ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ചുക്കയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാവുന്നതാണ്. ഇതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ്, 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മാരിനേഷൻ ചെയ്യണം. മാരിനേഷൻ ചെയ്തിട്ട് നമുക്ക് മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അരമണിക്കൂറിൽ നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റാണ് ഞങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. ഓവർനൈറ്റ് ഇത് മാരിനേഷൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെയാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഈ രീതി നമുക്ക് നന്നായിട്ട് ഇവിടെ മാരിനേഷൻ ചെയ്ത് സെറ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. ആ പാത്രം കഴുകി ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചാൽ മതി. അത് ഇനി നമുക്കത് വേവിക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം. നമുക്ക് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ചൂടാക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരു അരമിനിറ്റോളം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കുക. പൊടി വാങ്ങിപ്പോരുത്, ചെറിയ തീ വേണം സോട്ട് ചെയ്തെടുക്കാൻ. പൊടിയുടെ കുത്തലൊക്കെ നന്നായിട്ട് മാറിയിട്ട് വേണം, മാറുന്നോണം വരെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് സോട്ടാക്കി കഴിയുമ്പോൾ നമുക്ക് വേവിച്ചിട്ട് വേണം ബീഫ് അതിൻ്റെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ബീഫ് വേവിച്ചപ്പോൾ ഉള്ള വെള്ളം മതി, വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വരെ നമ്മൾ സോട്ട് ചെയ്യണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കണം. നിങ്ങൾക്ക് പുളി ഒത്തിരി വേണ്ടെന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് ഒഴിച്ചാൽ മതി. കാലത്ത് വെള്ളത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തതും പറ്റി വരുന്നതും നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് ഫ്രൈഡ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് ഓനിയൻ ചേർക്കുമ്പോൾ ഫ്രൈഡ് ഓനിയൻ എടുത്തിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ആദ്യം ഒഴിച്ചപ്പോൾ വെള്ളം ഏകദേശം ഇവിടെ പറ്റി വന്നുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഫ്രൈഡ് ഓനിയൻ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കുറവായിട്ട് തോന്നുന്നു നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് വേണം അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഫ്ലേവറോടെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പറ്റി വീഴുന്നോണ്ട് വരെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പം പക്ഷേ ഒത്തിരി ഗ്രേവി ഉള്ളത് നല്ലതല്ല, ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് നല്ലത്. ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ പരുവത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീഫ് ചുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീഫ് ചുക്ക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.